ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഡക്ക് കറി റെസിപ്പി നോക്കിയാലോ. വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഡക്കിലോട്ട് നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മസാല ഡക്കിലോട്ട് നല്ല രീതിക്ക് പിടിക്കണമെങ്കിൽ നമ്മളൊരു 1/2 hour നേരമെങ്കിലും അറ്റ്ലീസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കുക്കറിലോട്ട് ആവശ്യാനുസരണം എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 2 സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. സവാള നന്നായി വഴണ്ട് വന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും 3 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഓപ്ഷണൽ ആണ്, ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. കൂടി കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. തക്കാളി ഉടഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എന്നീ പൊടികൾ ഇട്ട് നല്ലോണം ഇളക്കി പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും റെസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഡക്കിന്റെ പീസസ് നമുക്ക് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. 3 വിസിലായിട്ടുണ്ട്. നമുക്ക് ഡക്ക് കറി ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, സംഭവം കളറായിട്ടുണ്ട്. കഴിഞ്ഞില്ല, നമുക്ക് ഇനിയും കുറച്ച് പൊടിക്കൈകൾ ആഡ് ചെയ്യാനുണ്ട്. പൊടിച്ച കാഷ്യൂനട്ട് നമുക്ക് ഡക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞങ്ങളൊരു 15ഓളം കാഷ്യൂ ആണ് പൊടിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. 1 സ്പൂൺ ഗരം മസാല കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ഡക്കറി റെഡിയായി. എത്ര ഈസി അല്ലേ ഡക്കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.